ക്യാബേജ് ഞാനിവിടെ കട്ടിംഗ് ബോർഡും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ആ ക്യാബേജ് വേണമെന്നുണ്ടെങ്കിൽ കൊത്തി അരിഞ്ഞിട്ട് വിടുക. പക്ഷെ കുറച്ചും കൂടി എളുപ്പം കട്ടിംഗ് ബോർഡും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ്. അതെടുക്കുമ്പോൾ ക്യാബേജ് കൂടുതൽ എടുക്കുക, ക്യാരറ്റ് കുറച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ പച്ചമുളക്. തോരനൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല എരിവ് വേണം, അപ്പം അതനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ഞാനിവിടെ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. അപ്പൊ നമുക്ക് നോക്കാം അതിനെ തോരനാക്കാന്ന്. വെള്ളോട്ടുവിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ്. കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത പരിപ്പും കൂട്ടി ഓണസദ്യ വിളമ്പ്. ഓണസദ്യ വിളമ്പ്. പൈമ്പാലിൽ പഞ്ചാര ചേർത്തു കുറുക്കിയ പഞ്ചാമൃതം പോലെ പാൽപായസം. വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം. വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം. തൊടുകറി ചെറുകറി തൊട്ടു നുണഞ്ഞിട്ടിലയുടെ മുന്നിലിരിക്കും പെണ്ണിൻ കവിളിന കണ്ടു കൊതിക്കുന്നുണ്ടൊരു പുന്നാരച്ചക്കൻ. പെണ്ണിൻ കല്യാണച്ചക്കൻ, പെണ്ണിൻ കല്യാണച്ചക്കൻ. മലനാടൻ ഇഞ്ചി ചെറുതായരിഞ്ഞ് നല്ലെരിവുള്ള മുളകെല്ലാം സമം ചേർത്തു വച്ച് വിളവൊത്ത പുളിഞ്ചാറിൽ മധുരത്തിനു ശർക്കരയും. ഇത് തോരനാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം, കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഈ സവോളയ്ക്കും പതുക്കൊന്ന് വളർന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റും ക്യാബേജും ചേർക്കാം. ആ സവോളയൊന്ന് നന്നായിട്ട് മൊരിയാൻ നിൽക്കണ്ട. അപ്പോൾ സവോളയ്ക്ക് ഒന്ന് വളർന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റും ക്യാബേജും ചേർക്കാം. തേങ്ങ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ക്യാബേജിനും ക്യാരറ്റിനൊക്കെ വേവ് വളരെ കുറവാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇത് നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാം. എന്നാലും ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു പകുതി വെന്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 3/4 ഭാഗം മാത്രമേ വേവേണ്ട ആവശ്യമുള്ളൂ. ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇതൊന്നുകൂടി ഒന്ന് വെന്തും കിട്ടും. ഇപ്പോൾ ക്യാബേജും ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കണം, കുറേ വെന്ത് പോകരുത്. നമുക്ക് തീ ഓഫ് ചെയ്യാം.